ഹായ് മക്കളെ, ഇത്തവണത്തെ +2 എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയി എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഈ വർഷത്തെയും ഇനി മുൻപത്തെ വർഷങ്ങളിലെയും ഒരു ചെറിയ അനാലിസിസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ വർഷം നമുക്ക് പാസ് പെർസെൻറ്റേജ്, സ്റ്റേറ്റിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. ഈ വർഷത്തെ പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 77.81%. 30,145 ഫുൾ A+ ഉണ്ട്. 41 പേർക്ക് മാത്രമാണ് ഫുൾ മാർക്കുള്ളത്. അതേസമയം കഴിഞ്ഞ വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ പാസ് പെർസെൻറ്റേജ് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. 78.69% പാസ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഫുൾ A+ ആണെങ്കിൽ 39,242 പേർക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഇനി ഇതിന് മുൻപത്തെ വർഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പാസ് പെർസെൻറ്റേജ് ഇതിനേക്കാളും കൂടുതലാണ്. 2023 82.95%, 2022 87.94%, 2021 അതേ പെർസെൻറ്റേജ് 87.94% ഉണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും നമുക്ക് പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് കുറഞ്ഞു വരിക. ഇനി CBSEയുടെ കാര്യം വലിയ വ്യത്യാസങ്ങളില്ല, പക്ഷേ കുറച്ചും കൂടെ ഭേദമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക്, അതായത് 2025 CBSEയുടെ പാസ് പെർസെൻറ്റേജ് 88.39% ആയിരുന്നു. 2024 അതൊരു ചെറിയ വാല്യൂ കുറവ്, ഒരു 0.41% കുറവ് മാത്രമേ ഉള്ളൂ 2024. ഈ വർഷം ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസുകാർക്കാണ് കുറച്ചുകൂടി ഒരു ആദ്യം ഉണ്ടാവുക, എൻ്റെ പ്രിപ്പറേഷൻ ശരിയാവാത്തതുകൊണ്ടാണോ മാർക്ക് കുറഞ്ഞത്. നിങ്ങൾ നോക്കുക, ഓരോ വർഷവും നിങ്ങൾക്ക് കാണാൻ പറ്റും പാസ് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് കാരണം എന്താ? നമ്മുടെ പ്രിപ്പറേഷൻ മോശമായതുകൊണ്ടാണോ? അല്ല, നമ്മളെ മെഷർ ചെയ്യുന്ന സ്കെയിൽ ഒന്ന് മാറി. ഒന്നെങ്കിൽ എക്സാം കുറച്ചുകൂടെ ടഫായിരുന്നു, അതല്ലെങ്കിൽ വാല്യുവേഷൻ കുറച്ചുകൂടെ ടൈറ്റായിട്ടാണ് വാല്യുവേഷനൊക്കെ മുൻപോട്ട് കൊണ്ടുപോയത്. അതല്ലാതെ നമ്മുടെ പ്രിപ്പറേഷൻ മോശമായതുകൊണ്ടല്ല, നമ്മുടെ വാല്യുവേഷൻ, നിങ്ങളെ മെഷർ ചെയ്യുന്ന സ്കെയിലും ഒരുപടി മുൻപോട്ട് വെക്കുകയാണ് നമ്മുടെ ഇത്തവണത്തെ പാഠ്യപദ്ധതി. +2 എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. +2 പഠിക്കുന്ന സമയത്ത് ഒരു എഞ്ചിനീയർ ആവണമെന്നൊരു ആഗ്രഹമായിരിക്കും മനസ്സിലുണ്ടാവുക. പക്ഷേ എക്സാം ഇത്ര ടഫായില്ലേ, അപ്പോൾ JEE എന്ന് പറഞ്ഞൊരു എക്സാം എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ? പ്രത്യേകിച്ച് ഒരു ഡിസൈസീവ് ആയിട്ടുള്ളൊരു ടൈം പീരീഡാണിത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബോർഡ് എക്സാമിൽ നിങ്ങളെ മെഷർ ചെയ്യുന്ന സ്കെയിൽ അതല്ല JEE എക്സാമിൽ നിങ്ങളെ മെഷർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടു, നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ സ്കെയിൽ കുറച്ചുകൂടി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ JEE എക്സാം അങ്ങനെയല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ബോർഡ് എക്സാമിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് സ്കില്ലും കൂടി അനലൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെയില്ല. JEE എക്സാമിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കുണ്ട്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ വേസ്റ്റായി എന്നോ നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതല്ല മാർക്ക് കുറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അത് വേറൊരു സ്കെയിൽ നിങ്ങൾ മെഷർ ചെയ്തു എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണ്. ഇനി അത് മാത്രമല്ല, JEE എക്സാമിലേക്ക് വരികയാണെങ്കിൽ JEE എക്സാം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഷിഫ്റ്റിൽ നിങ്ങൾ എഴുതുന്ന ആൾക്കാരുടെ കൂടെ മാത്രമേ നിങ്ങളെ കമ്പയർ ചെയ്യുകയുള്ളൂ. അതായത് നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന ആൾക്കാരെ മാത്രം വെച്ചാണ് നിങ്ങളെ കമ്പയർ ചെയ്യുക. നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്നവരിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളാണ് 100%. അയാളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, അതാണ് നിങ്ങളുടെ പെർസെൻറ്റൈൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷനും JEE എക്സാം പ്രിപ്പറേഷനും രണ്ടും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇനി സൈലത്തിൻ്റെ ഹിസ്റ്ററി കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 80% മാത്രം മാർക്കോട് കൂടെ സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ വന്നിട്ട് NIT കാലിക്കറ്റിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് നമുക്കിവിടെ ചരിത്രത്തിലുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കാം. നമ്മുടെ ഈ ചാനലിൽ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ആയത് കാണാൻ പറ്റും. +2 എക്സാം കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയമാണ് ഡിസൈസീവ് ആയിട്ടുള്ള ടൈം. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളെടുക്കുന്ന ഡിസിഷൻസാണ് നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ ഫ്യൂച്ചറിനെയും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് എങ്കിൽ ഈ സമയത്ത് നിങ്ങളെടുക്കുന്ന ഡിസിഷനാണ് നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങളെ നയിക്കുക. ഒരിക്കലും ബോർഡ് എക്സാമും JEE എക്സാമും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ആ കമ്പാരിസൺ തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് സൈലത്തിൻ്റെ ഈ വർഷത്തെ എൻറ്റയർ അക്കാഡമിക് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. കമ്പാരിസൺ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. ജനുവരിയിലാണ് നമ്മുടെ ആദ്യത്തെ ഷിഫ്റ്റ് എക്സാം വരുന്നത്. ഒട്ടും സമയം കളയാനില്ല. നമുക്ക് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഈ വർഷത്തെ JEE നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്.